ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈവനിങ് കാപ്പിയുടെ കൂടെ കപ്പപ്പുഴുക്കും പിന്നെ മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. കപ്പ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതുപോലൊരു പാത്രത്തിൽ വേവിച്ചാൽ മതി, കപ്പയൊക്കെ പെട്ടെന്ന് വേവും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് തേങ്ങയും പിന്നെ 2 പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോഴത്തേക്കും സൈഡിൽ കപ്പ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തേങ്ങ ഇതുപോലെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ റെഡിയായി. ഇനി ഇതിന് നമുക്കൊരു മുളക് ചമ്മന്തി റെഡിയാക്കി എടുക്കണം. ഈ ചമ്മന്തിയിൽ ചെറിയുള്ളിയും പിന്നെ 2 പച്ചമുളകും പിന്നെ പുളിയും ഉപ്പും ഇട്ടിട്ടാണ് ഞാനിത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഈ കപ്പയും പിന്നെ ഈ മുളക് ചമ്മന്തിയും കാപ്പിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.